എല്ലാ പ്രിയപ്പെട്ടവർക്കും ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സാറിനെ അതിനായിട്ട് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. താങ്ക് യു ആശ. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള നല്ലൊരു ദിവസം എല്ലാവർക്കും വീണ്ടും ആശംസിക്കുകയാണ്. ശ്യാം സാർ ഫ്രം അയർലൻഡ്. ഓക്കെ, താങ്ക് യു പി ഹിയർ. നമ്മള് ഓരോ ടൈം സോണിലുള്ള ആൾക്കാരുണ്ട്. ഇപ്പൊ ശ്യാം സാർ ഇവിടെ ഈവനിങ് സമയമാണ്, 3 മണി അല്ലെ, 3 മണി ആ സമയത്താണ് ഒന്ന് പങ്കെടുക്കുന്നത്. എനിവേ സംവാട്ട് ഇല്ല, അൺമ്യൂട്ട് ചെയ്യണ്ട സാർ, ഇല്ല അൺമ്യൂട്ട് ഓപ്ഷൻ ഇല്ല. താങ്ക് യു, നോ പ്രോബ്ലം. അപ്പോ 4 o'clock ഫൈൻ. സോ എന്താ പറയാ, ജീവിതം എപ്പോഴും ഞാൻ പറയാറുള്ള പോലെ തന്നെയാണ്, അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. നമ്മൾ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഹാപ്പിനെസ് മാസ്റ്ററിൽ വന്നതിന് ശേഷം എല്ലാവരും എന്ത് സംഭവിച്ചാലും അതിനെ സന്തോഷത്തോടെ കാണുന്നു, പോകുന്നു. ഹോസ്പിറ്റലാണോ, നോ പ്രോബ്ലം. കാല് വയ്യേ, നോ പ്രോബ്ലം. കൈ വയ്യേ, ഒരു വിഷയമില്ല. അതിനെയൊക്കെ മാന്ത്രിക ടച്ചോടുകൂടി നമ്മൾ ഹീൽ ചെയ്ത് നന്നാക്കി മുന്നോട്ട് കൊണ്ടുപോകും. ഹാപ്പിനെസ് മാസ്റ്ററിൽ വന്നതിന് ശേഷം വലിയ മാറ്റങ്ങൾ എന്ന് പറയുന്നത് എന്താണ് സംഭവിച്ചതെന്ന് അറിയാമല്ലോ. മാറ്റങ്ങൾ എന്ന് പറയുന്നത് അവിടെ കാര്യമായിട്ട് വലിയ വ്യത്യാസമൊന്നും പുറത്ത് സംഭവിച്ചിട്ടില്ല. പക്ഷെ ഇതെല്ലാം കാണുന്ന കണ്ണിന് കുറച്ച് തെളിച്ചം കൂടി. അതുകൊണ്ട് നേരത്തെ അവ്യക്തമായി കണ്ട പല കാര്യങ്ങളും ഇപ്പൊ വ്യക്തമായി കാണുന്നത് കൊണ്ട് പരാതികളില്ല, പരിഭവങ്ങളില്ല. അവിടെ എല്ലാം സന്തോഷം, ചിരിയുണ്ട്. എല്ലാത്തിനും സന്തോഷം ഉൾപ്പെടുത്തി പറ്റുന്നു എന്നതാണ് വലിയ മാറ്റം. ഇതാണ് ഈ യാത്രയിലുള്ള ഏറ്റവും വലിയ മാറ്റം. അല്ലാതെ മറ്റുള്ളവൻ നന്നാവട്ടെ, ഇത്ര കാലം പറഞ്ഞിരുന്നു അവരല്ലേ എന്നോട് അത് ചെയ്തത്, അവരല്ലേ ഇങ്ങനെ ചെയ്തത്, ഇവരോട് അങ്ങനെ ചെയ്യാൻ പാടുണ്ടായിരുന്നു എന്ന് ചോദിച്ച നമ്മൾ ഇപ്പൊ പറയണു അവരെന്ത് ചെയ്താലും ഇപ്പൊ എനിക്കെന്താ, അത് അവരുടെ കാര്യമല്ലേ എന്ന രൂപത്തിലേക്ക് നമ്മൾ മാറി. അത്രമാത്രമേ വ്യത്യാസമുള്ളൂ. അതുകൊണ്ട് എന്താണെന്നറിയോ, ഇപ്പോ അവര് നമ്മളെ വിളിക്കുന്നുമില്ല, നമ്മളോട് പറയുന്നുമില്ല, നമ്മളെ മുമ്പിൽ അവരെ കാണുന്നുമില്ല. കാരണം നമുക്ക് സമയമില്ല. 4 മണിക്ക് എഴുന്നേറ്റാൽ എഴുതാനുണ്ട്, 4 മണിക്ക് എക്സസൈസ് ചെയ്യാനുണ്ട്. മിറാക്കിൾ മോർണിംഗ് തുടങ്ങിയ ശേഷം 1 മണിക്കൂർ അതിനായി. അത് കഴിഞ്ഞ് അതിനു മുമ്പ് 5 മണിയാകുമ്പോൾ 5:30 മണിക്ക് മെഡിറ്റേഷൻ ഉണ്ട്. 1 മണിക്കൂർ അത് കഴിയണം. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഭക്ഷണം ഉണ്ടാക്കാൻ പോകണം. അങ്ങനെ കഴിഞ്ഞ് ഓഫീസിലെ കാര്യങ്ങൾ നോക്കണം. ഇങ്ങനെയായിട്ട് നമ്മൾ ഫുൾ പാക്ക് ആയതുകൊണ്ട് വൈകിട്ടാകുമ്പോൾ ക്ലാസ്സിൽ വന്നിരിക്കണം. പിന്നെ അതുകൊണ്ട് വൈകിട്ട് വീണ്ടും മെഡിറ്റേഷനും മറ്റു കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ ഫുൾ പാക്ക് ആയതുകൊണ്ട് പുറത്തുള്ളവനെ പറ്റിയിട്ട് മുമ്പേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, ഏതാ ആ സന്തോഷം വരുന്ന ചില വർത്താനങ്ങൾ ഉണ്ടായിരുന്നു, അത് കേൾക്കാനായിട്ട് സമയമില്ല. അതല്ലേ യഥാർത്ഥത്തിൽ ഇപ്പൊ സംഭവിച്ചത് ഏറ്റവും വലിയ മാറ്റം. ആണെന്ന് പറഞ്ഞോ അല്ലാന്ന് പറഞ്ഞോ നിങ്ങള്? ഇതല്ലേ യഥാർത്ഥത്തിൽ നിങ്ങൾക്കെല്ലാം സംഭവിച്ച കാര്യം. ഇപ്പൊ ഫോൺ വിളിച്ച് ഇങ്ങനെ 1 മണിക്കൂർ ആൾക്കാരുടെ ആണോ, അയ്യോടീ അങ്ങനെ പറ്റിയോ എന്ന് പറയാനുള്ള സമയമില്ലാത്തതല്ലേ വലിയ മാറ്റം സംഭവിച്ചത്. ഇത് മാത്രമാണ് യഥാർത്ഥത്തിൽ നമുക്ക് മാറ്റം സംഭവിച്ചത്. ഈ മാറ്റം സംഭവിക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ എത്തിയത് എന്തിലാന്ന് വെച്ചാൽ, നമുക്ക് ആവശ്യമുള്ള കാര്യത്തിലേക്ക് മാത്രം നമ്മൾ ശ്രദ്ധിക്കുന്നു. മറ്റതിനെ പറ്റി നമുക്കറിയില്ല. മുമ്പേ പിണറായി വിജയൻ പത്രസമ്മേളനം നടത്തിയാലും നമ്മൾ അറിയും, നടത്തിയില്ലെങ്കിലും അറിയും. കുഞ്ഞാലിക്കുട്ടി അല്ല, രാഷ്ട്രീയത്തിൽ പറയില്ല, TV ഓണാക്കിയാൽ അവിടെ കരയുന്ന കഥാപാത്രത്തെ മുഴുവൻ നമുക്കറിയാം. ഒരു അമ്മായിയമ്മ മകളെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്ന 6 വർഷമായിട്ടുള്ള കഥ മുഴുവൻ നമുക്കറിയാം. ഇപ്പൊ അതിലൊന്നും സമയമില്ല. ഇതാണ് നമ്മുടെ യഥാർത്ഥമായ മാറ്റം. അതാണ് ഏറ്റവും സന്തോഷപൂർവ്വം നമുക്ക് മുന്നോട്ട് പോകേണ്ടത്. അതല്ലേ നമുക്ക് ആവശ്യം. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പൊ എന്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരും നാളെ ഇനി കേൾക്കാൻ പോകുന്നവരുടെ എല്ലാവരും പറയുന്ന കാര്യമാണ്, ഭയങ്കര സന്തോഷമാണ്. എങ്ങനെ സന്തോഷം ഉണ്ടായി? നമ്മൾ നമ്മളെ ശ്രദ്ധിക്കാൻ തുടങ്ങി. മുമ്പേ എന്റെ മുഖം എങ്ങനെയായിരുന്നു, എന്റെ ഡ്രസ്സ് എങ്ങനെയായിരുന്നു എന്ന് ചിന്തിക്കാതിരുന്ന നമ്മൾ ഇപ്പോൾ ഒരു ഡ്രസ്സ് ഇടുമ്പോ തിരിച്ചും മറിഞ്ഞും നോക്കാൻ തുടങ്ങി. ഇതെനിക്ക് സൂട്ടബിൾ ആകുമോ, ഇതിപ്പോ ഞാൻ ഇടേണ്ടതാണോ, ഇതിന്റെ കുറച്ചും കൂടി നല്ലത് എന്റെ അടുത്തുണ്ടോ. എന്നിട്ട് പോയി ഇന്ന് കണ്ണാടി പോയിട്ട് കൺമഷിയൊക്കെ ഒന്ന് എടുത്ത് മുടിയൊക്കെ ഒന്ന് ചീകി, അല്ലേ? ഇത്രയും മാറ്റങ്ങളാണ് നമ്മൾ ഉണ്ടായത്. സ്വന്തം കാര്യം ഏറ്റവും ആദ്യം ഇമ്പോർട്ടന്റ്. ആരെയാണ് ഏറെ ഇഷ്ടം ഒന്ന് പറഞ്ഞോളൂ. ആരെയാണ് നിങ്ങൾക്ക് ഏറെ ഇഷ്ടം? ഉത്തരം എത്ര പേര് പറയും നോക്കട്ടെ. ആരെയാണ് ഏറെ ഇഷ്ടം? ഇതെപ്പോഴും മറക്കണം. ആരെയാണ് ഏറെ ഇഷ്ടം? യെസ്, ഇതാണ് മാറ്റം. ഇത് മാത്രമാണ് നമ്മുടെ യഥാർത്ഥ മാറ്റം. ഇപ്പൊ എന്നെ മനസ്സിലാക്കാൻ തുടങ്ങി. കണ്ണാടി പോയി നിന്ന് കഴിഞ്ഞാൽ എന്നെ കാണും എന്ന അവസ്ഥ നമ്മളിലെത്തി, അല്ലേ?
ഇതാണ് സമ്പന്നതയിലേക്കുള്ള യാത്ര എന്ന് ഞാൻ ഇതിനെ വിളിക്കും. എന്തുകൊണ്ടാണെന്നറിയോ? ഇങ്ങനെ ആകുമ്പോൾ മാത്രമാണ് സമ്പന്നത നമുക്ക് ലഭ്യമാകുന്നത്. സമ്പത്ത് എന്ന് പറഞ്ഞ നോട്ട് ഓൺലി മണി ബട്ട് ആൾസോ ഓൾ ദ ഹാപ്പിനെസ്. അതാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഹാപ്പിനെസ് എന്ന് പറയുന്നത്. എന്താണ്? നമ്മൾ നിറഞ്ഞ മനസ്സോടുകൂടി അബൻഡൻസ് ഓഫ് മൈൻഡുമായി മുന്നോട്ട് പോകുക. അതിനാദ്യത്തേതാണ് നമ്മളെ അറിയുക, നമ്മൾ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങി, ഇനി യാത്ര സാധ്യമാണ് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്ന് പെട്ടെന്ന് തീർത്തു തരാം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം കുറച്ച് സർപ്രൈസിങ് ആണ്, കുറച്ച് വ്യത്യസ്തമാണ്. ഇതുവരെ നിങ്ങൾ ആരും കാണാത്ത പുതിയൊരു അധ്യായം നമ്മൾ ഇവിടെ കുറിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് കുറച്ച് ലിമിറ്റഡ് ആക്കിയത്. ഇത് പുതിയൊരു അധ്യായമാണ്. ഇത് പല കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ വരുന്നു. ലോ ഓഫ് അട്രാക്ഷന്റെയും അതിന് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിന് തയ്യാറായി എല്ലാവരും ഇരിക്കുകയാണല്ലോ. അപ്പൊ നമ്മുടെ ക്യാപ്സൂൾ എടുത്ത് ആദ്യം കഴിച്ചോളൂ, എന്നിട്ട് നമുക്ക് തുടങ്ങാം. ക്യാപ്സൂൾ എടുത്ത് കഴിച്ചോളൂ. ടക്ക് 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 പറയട്ടെ, പെട്ടെന്ന് ഫാസ്റ്റ്. ടൈം കുറച്ച് കുറവാണ്, ഇന്ന് പെട്ടെന്ന് തീർക്കണം. ഇന്നത്തെ വീഡിയോക്ക് അധികം ലെങ്ത് ഉണ്ടാവില്ല, പെട്ടെന്ന് കാര്യം പറഞ്ഞ് പോകും. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിക്കുന്ന ടെക്നിക്ക് ഇത് വളരെ എഫക്റ്റീവായിട്ട് നടന്നു പോകുന്ന ടെക്നിക്കാണ്. അത്രയും പോപ്പുലർ അല്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പഴയ കാലത്ത് തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഇത്. വർക്കിംഗ് what is the capsule means? Capsule means we always have one capsule, sir. Whenever people will start the class, it's called as happy and ready. That's a total change, mindset changing capsule. I am happy and ready. Always സന്തോഷത്തോടു കൂടി സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുമ്പോൾ അതിലേക്ക് എല്ലാ സാധനങ്ങളും, ആവശ്യമുള്ള സാധനങ്ങളെല്ലാം യൂണിവേഴ്സ് ഇങ്ങനെ ഒരുക്കി തന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് ഈ കോൺസെപ്റ്റിന്റെ പ്രത്യേകത. ഐ എം ഹാപ്പി ആൻഡ് റെഡി. യൂട്യൂബ് വീഡിയോ കാണുന്നവരുടെ എല്ലാവരും ശ്രദ്ധയ്ക്ക്, വീഡിയോ കാണാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ കാണാൻ റെഡി ആണെങ്കിൽ ആദ്യം തന്നെ അവിടെ ടൈപ്പ് ചെയ്തോളൂ, ഐ എം ഹാപ്പി ആൻഡ് റെഡി. അപ്പോൾ ഞാൻ ഇവിടെ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളിൽ വളരെ ശ്രദ്ധാപൂർവം ഡൗൺലോഡ് ചെയ്യപ്പെടും. അത് മൈൻഡിന്റെ ഒരു മെത്തേഡാണ്. കാരണം എപ്പോഴും മനസ്സ് സന്തോഷത്തിലേക്ക് പോകാൻ, അല്ലെങ്കിൽ ബ്രെയിൻ സന്തോഷത്തിലേക്ക് പോകാനാണ് എപ്പോഴും ആഗ്രഹിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഹാപ്പി ആൻഡ് റെഡി എന്ന ഒരു കൺഫർമേഷൻ, ഒരു അഫർമേഷൻ നമ്മൾ കൊടുക്കുമ്പോൾ ബ്രെയിൻ ഇതെല്ലാം സ്വീകരിക്കാൻ തയ്യാറാവും എന്നുള്ളതാണ്. അതുകൊണ്ട് യൂട്യൂബ് വീഡിയോ കാണുന്നവർ എല്ലാവരും ആദ്യം തന്നെ ടൈപ്പ് ചെയ്തോളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം, യൂട്യൂബ് വീഡിയോ കാണുന്നവർ നിങ്ങൾ ലക്ഷക്കണക്കിന് ആൾക്കാർ എന്റെ വീഡിയോ കാണുമ്പോൾ സബ്സ്ക്രിപ്ഷൻ ആകെയുള്ളത് അതിന് എത്രയോ താഴെയാണ്. അതെന്തുകൊണ്ടാ? നിങ്ങൾ ആരൊക്കെയോ കാണുന്നത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ടല്ലേ. അതുകൊണ്ട് മറക്കരുത്, വീഡിയോ കാണുമ്പോൾ ആ സാധനം സബ്സ്ക്രൈബ് ഉണ്ടോ എന്ന് നോക്കിക്കളയാം. കൂട്ടിക്കൊണ്ട് പോട്ടോ. നമുക്ക് ഈ മാസം തന്നെ 100,000 സബ്സ്ക്രിപ്ഷൻ ആവാമല്ലോ. അപ്പോൾ ഒരു ബട്ടൺ കിട്ടുമല്ലേ? ആ ബട്ടൺ കിട്ടുമ്പോൾ നിങ്ങൾക്ക് എല്ലാം ഒരു സെലിബ്രേഷൻ ഞാൻ നിങ്ങളെല്ലാം വിളിക്കാം. അല്ല, ആദ്യത്തെ ബട്ടൺ നമുക്ക് കിട്ടട്ടെ 100,000ലേക്ക്. ഇപ്പൊ നമ്മൾ 80ലേക്ക് എത്തി. ഓക്കെ, അപ്പൊ എല്ലാവരും ഒന്ന് സഹകരിക്കുക. ഈ വീഡിയോ കാണുന്നവരൊക്കെ എല്ലാവർക്കും ഇത് കൃത്യമായി നിങ്ങൾക്കെല്ലാം ഉപകാരപ്രദമാവുന്നത് കൊണ്ട് അപ്പൊ തിരിച്ചിങ്ങോട്ടും ഒരു ഇതിരിക്കട്ടെ, ഗീവ് ആൻഡ് ടേക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് പണത്തിനെ പറ്റിയുള്ള കാര്യം മാത്രം സംസാരിക്കാം അല്ലെ. പണം എങ്ങനെ വരും? ആരൊക്കെയോ ലോട്ടറി എടുക്കാറുണ്ട്, അവർക്കും ഉപയോഗിക്കാം. ആരൊക്കെ ശമ്പളം കൂട്ടി കിട്ടാണ്ട് അവർക്ക് ഉപയോഗിക്കാം. ആരൊക്കെ കടം കൊടുത്തതുണ്ട്, അതിന് തിരിച്ചെടുക്കാനായിട്ട് ഉപയോഗിക്കാം. ആർക്കൊക്കെ ലോൺ തിരിച്ചടക്കണമെന്നുണ്ട്, അവർക്കും ഉപയോഗിക്കാം. അങ്ങനെ എവിടെയൊക്കെയാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അവിടെയെല്ലാം നിങ്ങൾക്ക് ഉപയോഗിക്കാം. അത് ഞാനും ഉപയോഗിക്കുന്നുണ്ട്, നിങ്ങൾ മറക്കാതിരിക്കുക. എന്തുകൊണ്ടാണെന്നറിയോ? ഞാൻ ഉപയോഗിച്ചാൽ എനിക്കും വരുമല്ലോ അല്ലെ. അപ്പോ നിങ്ങൾക്ക് ഉപയോഗിക്കാം, എനിക്ക് ഉപയോഗിക്കാവുന്ന ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഇന്ന് ഞാൻ പറയുന്ന ഒരു മെത്തേഡിന്, അല്ലെങ്കിൽ ഈ ലോകത്ത് പല രീതിയിലുള്ള സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു മെത്തേഡ് ആണ് ന്യൂമറിക്കൽ കോഡ്സ് എന്ന് നിങ്ങൾക്കറിയാം. അതായത് ഈ പ്രപഞ്ചത്തിലെ എല്ലാ സംഭവങ്ങൾക്കും എനർജി ഉണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇതെല്ലാം നമ്മൾ പല ക്ലാസ്സുകൾ പഠിപ്പിച്ചതാണ്. എവറിത്തിങ് ഇൻ ദി യൂണിവേഴ്സ് അലൈൻഡ് വിത്ത് എനർജി. എവറിത്തിങ് യൂണിവേഴ്സ് കണ്ടെയ്ൻസ് എനർജി. അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ കാര്യങ്ങൾക്കും എനർജി ഉണ്ട്. അപ്പോ അങ്ങനെ വരികിൽ ഹയസ്റ്റ് എനർജിയെ റെപ്രസെന്റേറ്റ് ചെയ്യുന്ന എന്താണ്? ഒരു എനർജിയെ നമ്മൾ റെപ്രസെന്റേറ്റ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? എവറി എനർജി, എല്ലാത്തിനും എനർജി ഉണ്ട്. പക്ഷെ ഈ എനർജി എല്ലാം റെപ്രസെന്റേറ്റ് ചെയ്യാൻ നമ്മൾ മറ്റൊരു സാധനം ഉപയോഗിക്കും. ഇപ്പൊ എന്റെ പേര് ദിനേശ് എന്ന് വിളിക്കുന്നത് കൊണ്ടാണ് ഞാൻ ദിനേശ്. അപ്പൊ യഥാർത്ഥത്തിൽ എന്നെ റെപ്രസെന്റേറ്റ് ചെയ്യുന്ന എന്താണ്? ദിനേശ് എന്ന് പറയുന്നതാണ്. അതല്ല എന്റെ റെപ്രസെന്റേഷൻ. അതുപോലെ എല്ലാ എനർജിയും ഉണ്ടെന്ന് പറയുമ്പോൾ എനർജിയെ റെപ്രസെന്റേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു സംഭവം ഉപയോഗിക്കും.
അതാണ് ന്യൂമറിക് നമ്പറുകൾ കൊണ്ടാണ് എനർജി നമ്മൾ റെപ്രസെന്റേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിനായിരിക്കുമല്ലോ ഏറ്റവും കൂടുതൽ വാല്യൂ ഉണ്ടാവുന്നത്. മറ്റേതിനേക്കാളും കൂടുതൽ വാല്യൂ അതിനായിരിക്കുമല്ലോ, സ്വാഭാവികല്ലേ. നമ്മളിപ്പോ എന്താ പറയുക, ബിന്ദുവിന്റെ എനർജി 350 എന്ന് പറയുമ്പോൾ നമ്പർ എന്താ 350. അപ്പൊ ബിന്ദുവിന്റെ എനർജി റെപ്രസെന്റേറ്റ് ചെയ്യുന്ന ഈ നമ്പറിലാണ്. അപ്പൊ ബിന്ദു ഈസിക്കൽ ടു 350. ഇതല്ലേ ഇക്വേഷൻ? അങ്ങനെയല്ലേ വരിക? മാത്തമെറ്റിക്കൽ ഇക്വേഷൻ അങ്ങനെയല്ലേ വരിക? എനർജി, ഒരാളുടെ എനർജി റെപ്രസെന്റേറ്റ് ചെയ്യുമ്പോൾ നമ്പർ പറഞ്ഞാൽ ആ നമ്പർ ഈസിക്കൽ ടു ഇതാണ്. അപ്പോ കൃത്യമായി ആ നമ്പേഴ്സിലാണ് ആ എനർജി ഇരിക്കുന്നത്. അപ്പൊ ന്യൂമറിക് നമ്പേഴ്സ് ആർ ദ ഹയസ്റ്റ് എനർജി കണ്ടെയ്ൻസ് ഇൻ ദിസ് വേൾഡ്. നമ്പറുകളാണ് ഏറ്റവും ഹയസ്റ്റ് എനർജി ഉള്ളത്. അപ്പോൾ ന്യൂമറിക്കൽ കോഡ് ഉപയോഗിച്ചു കഴിഞ്ഞാലോ അത് തന്നെ നല്ലൊരു എനർജി ആയിട്ട് വരയ്ക്കാൻ പറ്റുമല്ലോ. അതായത് ഏറ്റവും വലിയ എനർജി ആയിട്ട് വരും. അങ്ങനെയാണ് എല്ലാ കാര്യങ്ങൾക്കും. ഇപ്പൊ കേട്ടില്ലേ, 1 to 1 10 എന്താ പറയാ 69 എഴുതിയപ്പോൾ മിറാക്കിൾ സംഭവിച്ചു, 101 എഴുതിയപ്പോൾ മിറാക്കിൾ സംഭവിച്ചു, 1 to 1 എഴുതുമ്പോൾ നടക്കണം കാര്യങ്ങൾ, പടപടാ കാര്യങ്ങൾ നടക്കണം. ഇതൊക്കെ എങ്ങനെയാ? ഈ നമ്പറിന്റെ എനർജി ഉള്ള കളികളാണ്. ഓരോ നമ്പറിന്റെ എനർജി അല്ലേ. കുറേ നമ്പറുകളെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത്. അപ്പൊ ഇന്ന് ഇതിന്റെ ഒരു പുതിയൊരു ടെക്നിക്സാ, പുതിയൊരു മെത്തേഡാണ് നിങ്ങൾക്ക് വേണ്ടി പഠിപ്പിക്കാൻ തുടങ്ങുന്നത്. ഇന്ന് മുതൽ പല ക്ലാസ്സുകളും ഇതുപോലെ ഉണ്ടാവും. ഇത് ഞാനിപ്പോ അടുത്ത കാലത്ത് പഠിച്ച് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇതിന് എത്രത്തോളം സയന്റിഫിക് ഉണ്ടെന്നൊക്കെ ചോദിച്ചാൽ നോ, ദർ ഇസ് നത്തിങ് ഐ ക്യാൻ സേ ദാറ്റ് സയന്റിഫിക്കലി പ്രൂവൺ. ബിക്കോസ് പല ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കുകളും സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടില്ല. പക്ഷെ സയന്റിഫിക് പ്രൂവ് ആണോ ആയില്ലയോ എന്ന് ചോദിച്ചാൽ അപ്പുറം ദൈവം ഉണ്ടോ എന്ന് വെച്ചാൽ സയന്റിഫിക്കലി പ്രൂവ് ആകാൻ പറ്റിയിട്ടില്ല. ഒരു ദൈവം ഉണ്ടെന്ന് ഒരു സയൻസും പ്രൂവ് ചെയ്തിട്ടില്ല. പക്ഷെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഉണ്ട്. നമുക്ക് വിശ്വാസം മാത്രമല്ല, ഉണ്ട് അല്ലെ. യാതൊരു വിഷയം. നിങ്ങൾക്ക് ദൈവത്തിൽ വിശ്വാസമാണോ ഇല്ലേ? വിശ്വാസമുണ്ടോ ഇല്ലയോ? വിശ്വാസമല്ലല്ലേ യാഥാർത്ഥ്യം. നമ്മളെ സംബന്ധിച്ച് അത് യാഥാർത്ഥ്യമാണ്. വിശ്വസിക്കേണ്ട ഒരു കാര്യമില്ല നമുക്ക്. അങ്ങനെയാണല്ലോ നമ്മൾ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ട്. അപ്പോ ഇന്നത്തെ ഈ സിസ്റ്റത്തിന് പറയുന്ന സിസ്റ്റം കണ്ടുപിടിച്ചത് റഷ്യയിലാണ് ഇത് ഏറ്റവും കൂടുതൽ കണ്ടുപിടിച്ചതെന്നല്ല, റഷ്യയിലാണ് ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത്. ഒരു ഡോക്ടർ ഗിരിഗോരി ഗർബോവി എന്ന് പറയുന്ന, അത് നിങ്ങൾക്ക് വലിയ റിലേവന്റ് ആയില്ല, ഞാൻ ആ പേര് പറയുന്നത്. ഗിരിഗോവി ഗർബോവി എന്ന് പറയുന്ന ഒരു സ്പിരിച്വൽ ടീച്ചർ. അയാളുടെ ഒരു കണ്ടുപിടുത്തമാണ് എവറി നമ്പർ ഹാവ് എ വൈബ്രേഷണൽ ഫ്രീക്വൻസി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ആ വൈബ്രേഷണൽ ഫ്രീക്വൻസികളെ കോഡ് വെച്ചിട്ട് മണി ആകർഷിക്കാനുള്ള, അതായത് മണി അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മണി ആകർഷിക്കാനുള്ള ഒരു മെത്തേഡാണ്. ഞാൻ പറഞ്ഞു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മണി. പെട്ടെന്ന് നമ്മൾ ഇത് മാത്രം ചെയ്താൽ മതി. മണി എവിടെ നിന്ന് വരുന്നു എന്ന് നമ്മൾ ആലോചിക്കണം. മറ്റതെല്ലാം നമ്മൾ എവിടെ നിന്ന് വരുന്നു, എങ്ങനെ വരുന്നു എന്നതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യണം. പക്ഷെ ഇവിടെ അതൊന്നും വേണ്ട. നിങ്ങൾ ഈ കാര്യം മാത്രം ഫോളോ ചെയ്താൽ മണി എവിടെ നിന്ന് വരുന്നു എന്നുള്ളൊരു വിഷയമേ ഇല്ല. ബിക്കോസ് ഈ നമ്പറിനകത്ത് മണിയെ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മണിയെ നമ്മളിൽ എത്തിക്കാനുള്ള വൈബ്രേഷണൽ ഫ്രീക്വൻസി ഉണ്ട്. ഇത് നമ്മളെ ഫ്രീക്വൻസിയുമായി അലൈൻ ചെയ്തെടുത്താൽ മാത്രം മതി. പിന്നെ ആ സാധനം ഓട്ടോമാറ്റിക്കല്ല. ഒരു മാഗ്നറ്റിനെ കൊണ്ടുപോയിട്ട് നിങ്ങളൊരു സ്ഥലത്ത് വെച്ചാൽ അവിടേക്ക് ഇരുമ്പുകൾ ഏത് വന്നാലും ചാടി പിടിക്കും. അല്ലാതെ നിങ്ങൾ ഇരുമ്പിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് മാഗ്നറ്റ് വെക്കില്ലല്ലോ. മാഗ്നറ്റ് കൊണ്ടുപോയിട്ട് ഇരുമ്പിന്റെ അടുത്ത് വെച്ചാൽ പിടിക്കും. അപ്പൊ നമ്മള് മാഗ്നറ്റ് മേടിച്ചിട്ട് ഇരുമ്പിന്റെ അടുത്ത് കൊണ്ടുവെക്കാനാണോ ഉപയോഗിക്കുക, അല്ലെ നമ്മളൊരു സ്ഥലത്ത് മാഗ്നറ്റ് വെച്ചിട്ട് ഇരുമ്പുകൾ വഴി വന്നാൽ അതിന് പിടിച്ചോട്ടെ എന്ന് പറഞ്ഞ് വെക്കുകയാണ്? അതല്ലേ നമുക്ക് ഏറ്റവും ഉചിതം. നമ്മളൊരു സ്ഥലത്ത് മാഗ്നറ്റ് വെക്കുകയാണ്, അവിടെ വരുന്ന ആ വഴിയെ പോകുന്ന ഇരുമ്പുകൾ അതിനകത്ത് കയറി പിടിക്കും. ഇതാണ് നമുക്ക് ആവശ്യമുള്ളത് അല്ലെ. അപ്പൊ നമ്മൾ ഈ നമ്പറിന്റെ വൈബ്രേഷൻ ഫ്രീക്വൻസി നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പണം നമ്മളിലേക്ക് വന്നുകൊണ്ടേയിരിക്കണം. ഇതാണ് തത്വം, വളരെ ക്ലിയർ ആയിട്ടുള്ള തത്വം. ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? നമ്പർ നമുക്ക് 3-4 തരത്തിൽ ചെയ്യാം. ഒന്ന് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ ഈ നമ്പർ എഴുതുക എന്നുള്ളത്. നമ്പർ ഏതാന്ന് ഞാൻ പറയാം. കയ്യിൽ ഈ നമ്പർ എഴുതുക എന്നുള്ളതാണ്. അത് 2 സ്ഥലത്ത് എഴുതും കയ്യിൽ. ഒന്ന് നമ്മുടെ ഉള്ളം കൈയിൽ എഴുതും, മറ്റൊന്ന് നമ്മുടെ റിസ്റ്റ് ഈ സൈഡിൽ എഴുതും, ഇവിടെ എഴുതും, ഈ ഭാഗത്ത് എഴുതും, അല്ലെങ്കിൽ ഉള്ളം കൈയിൽ എഴുതും. ഇങ്ങനെയാണ് ഈ സംഭവം ഉപയോഗിക്കുക. രണ്ടാമത്തെ കാര്യം, ഇതിനെ ജേണൽ ആയിട്ട് എഴുതുക. നമ്മൾ ജേണൽ എഴുതുമ്പോൾ അതിന്റെ കൂടെ എഴുതും. ജേണൽ എഴുതാറുണ്ട്. ഇപ്പൊ മോർണിംഗ് മിറാക്കിൾ നമ്മൾ ജേണൽ എഴുതാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ജേണൽ ആയിട്ട് അവിടെ എഴുതാം. അല്ലെങ്കിൽ മന്ത്രം പറയുന്ന പോലെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. നമ്മൾ ആ നമ്പറിനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടേയിരിക്കുക. അല്ലെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ നമ്പറിൽ വെച്ച് മെഡിറ്റേഷൻ ചെയ്യാം. ഇത് 3 മെത്തേഡ്. ഇനി മറ്റു മെത്തേഡുകളും ഉണ്ട്. ഫോണിന്റെ വാൾപേപ്പർ ആക്കി, ഇപ്പൊ ലേറ്റസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്പർ എപ്പോഴും നമ്മുടെ മനസ്സിൽ ഓർക്കാനായിട്ട് ഫോണിന്റെ വാൾപേപ്പർ ആക്കിയിട്ട്
നമ്മൾ സെറ്റ് ചെയ്ത് നോക്കുക ഈ നമ്പറിന്. പിന്നെന്താ, വേറെന്തൊക്കെ മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റും? നമ്മുടെ അഫ്രിമേഷൻ എഴുതുമ്പോൾ ഈ നമ്പർ വെച്ചിട്ടുള്ള അഫ്രിമേഷൻ എഴുതുക. അഫ്രിമേഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഐ ആം എ മാഗ്നറ്റ് ഓഫ് മണി വിത്ത് ദാറ്റ് നമ്പർ ബ്രിങ് അബൻഡൻസ് ഇൻ ടു മൈ ലൈഫ്. ഞാൻ പണത്തിന്റെ ആകർഷണ കേന്ദ്രമാണ്. ആ നമ്പർ ഉപയോഗിച്ചിട്ട് ആ നമ്പർ എഴുതിയിട്ട് പറയാ, ഈ പണം വിവിധമായ മാർഗങ്ങളിലൂടെ എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് നന്ദി. ഇങ്ങനെ കൃത്യമായി അഫർമേഷൻ എഴുതും പോവുക. വിഷ്വലൈസേഷൻ ചെയ്യാം. ആ നമ്പർ നിങ്ങൾക്ക് കാണുന്നതായിട്ട് കണ്ണടച്ചിരിക്കുക, നമ്പർ മാത്രം കാണുക, ഇത്രയും നമ്പർ കണ്ട് ഇങ്ങനെ വിഷ്വലൈസ് ചെയ്തിരിക്കുക. അങ്ങനെ പല മെത്തേഡ്സുകൾ, നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ ഒരുപാട് മെത്തേഡ്സ് പഠിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ പല മെത്തേഡ്സുകൾ ഉപയോഗിക്കാം. ഏറ്റവും എഫക്റ്റീവ് കയ്യിൽ എഴുതുക. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. കയ്യിൽ 2 ഭാഗത്ത് എഴുതുക. പിന്നെ ഫോണിന്റെ വാൾപേപ്പർ ആക്കുക. ഞാനൊക്കെ ഈ നമ്പർ വാൾപേപ്പർ ആണ് ആക്കി വെച്ചിട്ട് കേട്ടോ. അതുകൊണ്ട് എന്റെ ഫോട്ടോ ഇതും വെച്ചിട്ട് 2ഉം കൂടി വാൾപേപ്പർ ആക്കി വെച്ചിട്ട് ഞാൻ അതുകൊണ്ട് ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ ഈ ക്ലാസ്സിൽ പങ്കെടുത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാനൊരു വാൾപേപ്പർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഇട്ട് തരാം. നിങ്ങൾക്ക് വാൾപേപ്പറിൽ ഈ നമ്പർ സെറ്റ് ചെയ്തോളൂ, ഏറ്റവും ഈസി ആയിട്ട്. അപ്പൊ നമുക്ക് ഫോണിൽ എപ്പോൾ വേണമെങ്കിൽ അത് കാണാം, എല്ലാ സമയത്തും നമ്പർ. അപ്പൊ കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ആ നമ്പർ പറയും, അല്ലെ? ചാന്റിങ് ചെയ്യും. ആ നമ്പറിനെ മന്ത്രം പറയുന്ന പോലെ നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ അഫർമേഷൻസ് അതിന്റെ കൂടെ കൂട്ടിയിട്ട് പറഞ്ഞാൽ മതി. സോ ഐ തിങ്ക് ജസ്റ്റ് ആഡ് an affirmation with that. I'm a magnet of money, but with that number, bring abundance into my life. കൃത്യമായി നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം എന്നതാണ്. ഇനി നമ്പർ ഏതാണെന്നറിയട്ടെ? എഴുതിക്കോളൂ, നമ്പർ എഴുതിക്കോളൂ. വളരെ ഈസി ആയിട്ട് എഴുതി. ഇപ്പൊ തന്നെ പ്രാക്ടീസ് ചെയ്തോളൂ. നമ്പർ എഴുതിക്കോളൂ. വളരെ ലളിതമായ ഒരു 7 ഡിജിറ്റ് നമ്പർ മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ 7 ഡിജിറ്റ് ഓർത്തിരിക്കാൻ നിങ്ങൾക്ക് അത്ര എളുപ്പമല്ലല്ലോ, അല്ലെ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്പർ നോക്കിയിട്ട് എഴുതിയാൽ മതി. അപ്പൊ എഴുതുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒന്ന് മനസ്സിനെ സ്വസ്ഥമാക്കണം. ഓടിപ്പിടിച്ചിട്ട് ചാടിപ്പിടിച്ച് വന്നിട്ട് അയ്യോ എനിക്ക് എഴുതണമല്ലോ എന്ന് പറഞ്ഞിട്ട്, എനിക്ക് കാശ് കിട്ടണമല്ലോ, എഴുതണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതിയിട്ട് ഓടിപ്പോകരുത്. സ്വസ്ഥമായിട്ടൊരു 5 മിനിറ്റ് എങ്കിലും ഒരു സ്ഥലത്തിരിക്കുക. ഒന്ന് ഫ്രഷ് ആയിട്ട് വന്നിട്ട് സ്വസ്ഥമായിട്ടൊരു സ്ഥലത്തിരിക്കുക. ഇരുന്നിട്ട് എല്ലാം നിങ്ങൾ ഉള്ള ആ ഭാരങ്ങളെല്ലാം ഒന്ന് റിലീസ് ചെയ്യുക. ശരീരത്തിനെയും മനസ്സിനെയും ഫുള്ളൊന്ന് സ്വസ്ഥമാക്കുക. കുറേ ചിന്തകൾ ഉണ്ടാവില്ല, അയ്യോ അത് കിട്ടിയില്ലെങ്കിൽ ശരിയാവില്ല, ഇത് കിട്ടിയില്ല, അങ്ങനെയില്ല. ഇതെല്ലാം ഒന്ന് സ്വസ്ഥമായിട്ട് ഇരുന്നിട്ട് ബെഡ്റൂമിലോ എവിടെയെങ്കിലും സ്വസ്ഥമായി ഇരുന്ന് കഴിഞ്ഞിട്ട് ഒന്ന് എഴുതുക. നമ്പർ എഴുതിക്കോളൂ. 520 520 741 8. അപ്പൊ എഴുതുമ്പോ ഞാൻ ആദ്യം പറഞ്ഞ പോലെ 3 നമ്പർ എഴുതുമ്പോ ചെറിയൊരു ഗ്യാപ്പ് വിടണം. 520 അതൊരു കോഡാണ്. 520. പിന്നെ 741 741 അതൊരു കോഡാണ്. പിന്നെ 8 ആണ്. ഒന്നിച്ചെഴുതരുത്, ചെറിയൊരു ഗ്യാപ്പ് ഇടണം. 3 സംഭവം. 3 പാർട്ടായിട്ടാണ് എഴുതുന്നത്. 520 520 741 8. ഈ നമ്പർ എഴുതിക്കോളാം. എവിടെ എഴുതുക? നമുക്ക് ഇപ്പൊ തന്നെ എഴുതാം. പച്ചപ്പെന്നോട് പെന്ന് ഇതിന് ഉപയോഗിക്കേണ്ട പെന്ന് വേണ്ട. ഗ്രീൻ കളർ ഓർ ബ്ലൂ കളർ പെൻ. ഗ്രീൻ കളർ അല്ലെങ്കിൽ ബ്ലൂ കളർ പെൻ. ബ്ലൂ അല്ലെങ്കിൽ ഗ്രീൻ, രണ്ടിലേതെങ്കിലും പെന്ന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. യെസ്, റെഡ് നോട്ട് അറ്റ് ആൾ യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ ബ്ലാക്ക്, ഇത് രണ്ടും യൂസ് ചെയ്യാൻ പാടില്ല. അപ്പൊ ഗ്രീൻ വെച്ചിട്ട് നമുക്കൊന്ന് എഴുതിക്കളയാം. ഇപ്പൊ തന്നെ എല്ലാവരും എഴുതിക്കോളൂ. നിങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ളത് ഇപ്പൊ തന്നെ ടെസ്റ്റ്. എല്ലാം സ്വസ്ഥാണല്ലോ, പീസ് ഓഫ് മൈൻഡ് ആണല്ലോ. റിലാക്സ് ചെയ്യണോ? മെഡിറ്റേഷൻ വേണ്ടല്ലോ. കണ്ണടച്ച് എന്നെ നോക്കിയിരുന്നോ, ഫുള്ള് റിലാക്സ് ആയിക്കോളൂ. റിലാക്സ് ആവാത്തവരും എന്നെ നോക്കിയിരുന്ന റിലാക്സ്, അല്ലെ? ഒന്ന് റിലാക്സ് ആയിക്കോളൂ. എന്നിട്ട് എഴുതിക്കോളൂ. വേണ്ടവരെല്ലാവരും എന്താ വേണ്ട. എവിടുന്ന് പൈസ വരുന്നതിനെ പറ്റി നിങ്ങൾ ചിന്തിക്കണ്ട. എവിടുന്ന് വരുന്നു എന്നൊന്നും ചിന്തിക്കണ്ട. കണ്ണടച്ചിരിക്കുക. പുസ്തകത്തിലല്ല, കയ്യിലാണ് എഴുതേണ്ടത്. എല്ലാം റെഡിയല്ലേ? ഇപ്പൊ തന്നെ നമുക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. വേണ്ടവരെല്ലാം പ്രാക്ടീസ് ചെയ്തോ. കയ്യിൽ എവിടെ വേണ്ടതെന്ന് വെച്ചാൽ പ്രാക്ടീസ് ചെയ്തു. ഞാൻ നിങ്ങളുടെ മുമ്പിൽ തന്നെ ഇപ്പൊ എഴുതുന്നുണ്ട്. എനിക്ക് നാളെ കുറച്ച് കാശ് വേണം, നോക്കാം നമുക്ക് കേട്ടോ. ഓക്കെ, നാളത്തെ ക്ലാസ്സിൽ വന്ന് പറയാം കേട്ടോ. കൈ എഴുതുന്നതിന് മുമ്പ് കൈ ഒന്ന് ശരിക്കൊന്ന് ഇങ്ങനെ ശരിക്കും മസാജ് ചെയ്തോളൂ. എന്താണെന്നറിയോ? പല സ്ഥലത്തും പോയി വേർപ്പൊക്കെ ഉണ്ടാവും കയ്യിലല്ലേ, ചൂട് കാലത്തിന് വേർപ്പുണ്ടാവും. ഒന്ന് തുടച്ച് വൃത്തിയാക്കി പുറത്തുനിന്നൊക്കെ ഒന്ന് കഴുകിയിട്ട് വന്നിട്ട്. കാരണം വേറൊരു കാര്യമുണ്ട്, ഇത് എഴുതി കഴിഞ്ഞാൽ
ഈ കയ്യിലുള്ളത് മിനിമം അരമണിക്കൂർ നേരം മായാതിരിക്കണം. അരമണിക്കൂർ ഇത് കയ്യിൽ തന്നെ വേണം. അപ്പൊ പെട്ടെന്ന് മായുന്ന പോലെ ആവരുത്. അപ്പൊ കിച്ചണിലൊക്കെ പണിയെടുക്കുന്നവരാണെങ്കിൽ ഇത് എഴുതി ഉടനെ പോയിട്ട് കിച്ചണിൽ പോയി പാത്രം കഴുകുമ്പോൾ കംപ്ലീറ്റ് മാഞ്ഞു പോകും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇവിടെ എഴുതിക്കോളൂ. അപ്പൊ പിന്നെ അത്ര പെട്ടെന്ന് മാഞ്ഞു പോകില്ല. നമുക്കാണെങ്കിൽ മറ്റുള്ള എഴുതിയാൽ മതി. മാഞ്ഞു പോകുന്നതനുസരിച്ച് ഇവിടെ എഴുതിക്കോളൂ. 2 സ്ഥലത്ത് എഴുതിയാൽ അത്രയും നല്ലത്. ഒരു സ്ഥലത്ത് ഞാനിപ്പോ ഒരു സ്ഥലത്ത് എഴുതാൻ പോവാണ്. 741,8. ഞാൻ എന്റെ മനസ്സിൽ എത്ര പൈസ വേണ്ടതെന്ന് കൃത്യമായ ചിന്തയിലുണ്ട്. ഞാനിത് എഴുതുമ്പോ അത് മറക്കരുത്. എത്ര വേണമെന്ന് കൃത്യമായ എമൗണ്ട് വേണം. എവിടെ നിന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. എമൗണ്ട് മാത്രം വേണം. അത് ഒതുങ്ങുന്നത് ആലോചിക്കണേ. നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ആലോചിക്കണേ. ഇപ്പൊ തന്നെ എഴുതുമ്പോൾ 25 കോടി എന്നൊക്കെ എഴുതി കളയല്ലേ. താങ്ങാൻ പറ്റും 25 കോടിയെങ്കിലും മാത്രം എഴുതിയാൽ മതിയേ. താങ്ങുന്നവർക്ക് എഴുതാം കേട്ടോ, അല്ലാത്തവരെ എഴുതാം. നമ്മളിപ്പോൾ എത്ര എഴുതിക്കോ? പ്രാക്ടീസ് ചെയ്തല്ലോ, ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, ശരി. നമുക്ക് നാളെ കാണാം അല്ലെ? റിസൾട്ടുമായിട്ട് കാണാം. മതിയല്ലോ, വേറൊന്നും ഇല്ല. നമുക്ക് നോർമൽ എഴുതിയാൽ മതി. വേറെ ഏത് പാർട്ടി എങ്ങനെ എഴുതിയാലും പറ്റും. നോ പ്രോബ്ലം, നത്തിങ്, ദർ ഇസ് നോ പ്രോബ്ലം. എനിവേ, എനി മെത്തേഡ്, എനിത്തിങ്. എങ്ങനെ വേണമെങ്കിൽ എഴുതാം. നിങ്ങൾക്ക് വെർട്ടിക്കൽ എഴുതാം, ഹൊറിസോണ്ടൽ, എങ്ങനെ വേണമെങ്കിൽ എഴുതാം. അങ്ങനെയൊന്നും വിഷയമില്ല. കയ്യിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് കയ്യിൽ എഴുതുന്ന കാര്യം എന്താ വെച്ചാൽ നമുക്ക് കയ്യിൽ എഴുതി ഏറ്റവും കൂടുതൽ നമ്മളെ അട്രാക്ട് ചെയ്യും. ഞാൻ എഴുതിയിട്ടുണ്ടല്ലോ, ഞാൻ എന്റെ കയ്യിൽ എഴുതിയിട്ടുണ്ടല്ലോ എന്ന് എപ്പോഴും ഓർക്കും. ഇതാണ് അതിന്റെ സൈക്കോളജി. അപ്പോൾ മറ്റൊന്ന് വാൾപേപ്പറായിട്ട് എഴുതി വെക്കുക. എന്നിട്ട് അഫർമേഷൻ ചെയ്യുന്നവര് അഫർമേഷനായിട്ട് എഴുതുക. അഫർമേഷൻ വേണോ? അഫർമേഷൻ എഴുതുമ്പോൾ നിങ്ങൾക്ക് ധനത്തിന്റെ അഫർമേഷൻ ഉണ്ടല്ലോ അല്ലെ? നമ്മൾ ധനത്തിന്റെ അഫർമേഷൻ പുസ്തകം വേണമെങ്കിൽ ധനത്തിന്റെ അഫർമേഷൻ ഇതിനകത്ത് എടുത്തോളുക അല്ലെ? വെൽത്തിന്റെ അഫർമേഷൻസ്, ഒരുപാട് അഫർമേഷൻസ് ഇതിന് നമ്മുടെ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു അഫർമേഷൻ എടുക്കുക. എന്നിട്ട് അതിനകത്ത് ഈ നമ്പറും കൂടി ആഡിയിട്ട് എഴുതാൻ തുടങ്ങുക. അഫർമേഷനെ കൂടെ അങ്ങ് എഴുതിയാൽ. ഞാൻ എഴുതിയത് കാണിച്ചു തരണോ? നമ്പർ ഒന്നുകൂടി പറയണ. 5207418. ഞാൻ ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. യൂട്യൂബ് കാണുന്നവർക്ക് ഞാൻ ഇതിന്റെ അവിടെ എഴുതി വെച്ചേക്കാം കേട്ടോ. അവിടെ എഴുതിയിട്ടേക്കാം. കയ്യിൽ ഇങ്ങനെ എഴുതി വെച്ച 5207418. യെസ്, കറക്റ്റ്. ഹെലൻ ബാങ്ക്, ഗാർബോബിൽ കോഡ്. ഇതില് നമ്മൾ ഹെൽത്തിന്റെ കാര്യങ്ങളുണ്ട്, പിന്നെ റിലേഷൻഷിപ്പിന്റെ കാര്യങ്ങളുണ്ട്, ബിസിനസിന്റെ ഇംപ്രൂവ്മെന്റ്സിന്റെ നമ്പറുകളുണ്ട്. അങ്ങനെ ഡിഫറെന്റ് നമ്പറുകളുണ്ട്. ഞാൻ ബിസിനസ് ക്ലാസ്സിൽ ബിസിനസിന് ഇംപ്രൂവ്മെന്റിനുള്ള ഇതേ നമ്പർ കൊടുക്കാം. അഫർമേഷൻസ് നിങ്ങൾ വേണ്ടത് എടുത്തോളൂ. ബുക്കിൽ ഇഷ്ടം പോലെ അഫർമേഷൻ ഉണ്ടല്ലോ. ധനമായി ബന്ധപ്പെട്ട അഫർമേഷൻ ഇഷ്ടം പോലെ നമ്മുടെ ബുക്കിലുണ്ട്. അതിനകത്ത് നോക്കിയിട്ട്. ഓക്കെ, ദെൻ ഇംഗ്ലീഷ് ഞാൻ ഗിവ് യു ഇംഗ്ലീഷിൽ ഒരു അഫർമേഷൻ തരാം. I am a magnet for money. I am a magnet for money. 5207418 brings abundance into my life. I am a magnet for money. 5207418 brings abundance into my life. ഞാനൊരു പണത്തിന്റെ ആകർഷണ കേന്ദ്രമാണ്. 5207418 എന്നിലേക്ക് സമ്പന്നത കൊണ്ടുവരുന്നു. മലയാളത്തിൽ ഞാനൊരു പണത്തിന്റെ ആകർഷണ കേന്ദ്രമാണ്. 5207418 എന്റെ ജീവിതത്തിലേക്ക് സമ്പന്നത കൊണ്ടുവരുന്നു. ഓക്കെ, എഴുതി വെച്ചിട്ടുണ്ടാവുന്ന എഴുതുന്നു. ക്ലിയർ. ഞാൻ വാൾപേപ്പറിൽ വെക്കാനുള്ള ഒരു പോസ്റ്റർ നിങ്ങൾക്ക് തരാം. നിങ്ങൾ വെച്ചോളൂ. ഫോണിന്റെ വാൾപേപ്പർ സെറ്റ് ചെയ്യാൻ അറിയാമല്ലോ അല്ലെ? സെറ്റ് ചെയ്യുന്നവർക്ക് സെറ്റ് ചെയ്തോളൂ. അപ്പോ പറഞ്ഞ ഓർമ്മയുണ്ട്, എഴുതുന്നതിന് മുമ്പ് ഒന്ന് റിലാക്സ് ആയിട്ട് എഴുതുക. അഫർമേഷൻ എത്ര എഴുതണം എന്നുള്ളത് ഇവിടെ നമ്മളില്ല. ഇതിപ്പോ ഒരു സമയമല്ലേ എഴുതാൻ പറ്റുള്ളൂ. കയ്യിലൊറ്റ സമയത്തല്ലേ എഴുതാൻ പറ്റുള്ളൂ. എത്ര സമയം എഴുതുന്നില്ലല്ലോ. അഫർമേഷൻ എഴുതാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലോ ഓഫ് അട്രാക്ഷനിൽ ഏത് ടെക്നിക്കാണ് ഉപയോഗിക്കുന്നതിന് 11 തവണ എഴുതിക്കോളൂ, 21 തവണ എഴുതിക്കോളൂ, എങ്ങനെ വേണമെങ്കിലും എഴുതിക്കോളൂ. അത് ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്ക് അനുസരിച്ചാണ്. അഫർമേഷൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ നിങ്ങൾ രാവിലെ, അതിന്റെ കൂടെ എഴുതിക്കോളൂ. എത്രയാണോ നിങ്ങൾ ചെയ്യുന്നത് കോമൺ ആയിട്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇതിനു വേണ്ടി പ്രത്യേകിച്ച് കണ്ടീഷൻസ് ഒന്നുമില്ല. ഇത്രയേ ഉള്ളൂ. എനി ഡൗട്ട്? ജസ്റ്റ് ഐ ഗിവ് യു ഫ്യൂ മിനിറ്റ്സ് ടൈം. എനിബഡി ഹാവ് എനി ഡൗട്ട്? ചോദിക്കാം. ആർക്കെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. എത്ര പണം വരെ കിട്ടുമെന്നൊന്നും എന്നോട് ചോദിച്ചേക്കരുത്. അത് നിങ്ങളുടെ കഴിവ് പോലെ ഇരിക്കും. നിങ്ങൾക്ക് എത്ര കൂടുതൽ കിട്ടിയാലും അത്ര എനിക്ക് സന്തോഷം. നിങ്ങൾക്ക് എത്ര കുറഞ്ഞു കിട്ടിയാലും കിട്ടി എന്ന കാര്യത്തിന് സന്തോഷം. എങ്ങനെ പോയാലും നമുക്കുള്ളത് എന്താണ്?
എങ്ങനെ തിരിഞ്ഞാലും പൂച്ച എങ്ങനെ വീണാൽ 4 കാലിൽ എന്ന് പറയുന്ന പോലെ നിങ്ങൾക്ക് എന്ത് കിട്ടിയാലും എനിക്ക് സന്തോഷം അല്ലേ. പക്ഷെ പൈസ പണത്തിന് വേറെ ഒന്നും കിട്ടിയാൽ സന്തോഷം നല്ല പറഞ്ഞു എന്താ നമുക്ക്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ പെട്ടെന്ന് ചോദിച്ചോളൂ. ഇല്ലേ ഒന്നും ഇതെന്നും കയ്യിൽ എഴുതാൻ പറ്റുമോ സാർ? ഇത് കയ്യിലുള്ളത്ര കാലം എഴുതാമല്ലോ, കയ്യും പെന്നുള്ളത്ര കാലം. ഡെയിലി എഴുതാം. പക്ഷെ ഡെയിലി എഴുതി കഴിഞ്ഞിട്ട് ഓവർ പൈസ ഒന്നും എന്ത് ചെയ്യും? അത് വേണോ? ഓവറായിട്ട് വേണ്ട വേണ്ട വേണ്ട. അല്ല ഒരു കാര്യം, അതിന് ചോദ്യത്തിന് വേറെ ഒരു വിഷയം കൂടി ഉണ്ട്. ഞാൻ പറഞ്ഞത് അത്യാവശ്യമായി അത്യാവശ്യമായി പണം വരാനുള്ള കാര്യമാണ്, അല്ലെങ്കിൽ അത്യാവശ്യം അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള പണം വരാനല്ലേ. അതെ ഒരു അവശ്യഘട്ടത്തിലല്ലേ ഈ അൺഎക്സ്പെക്ടഡ് എന്നുള്ളത് നമ്മൾ ഉപയോഗിക്കുള്ളൂ. അതെ അതെ. അപ്പൊ എന്നും ഉണ്ടാകുമോ അത്? ഇല്ല ഇല്ല ഇല്ല. അല്ല ഇപ്പൊ ഇന്ന് എഴുതിയാൽ മതിയോ നമുക്ക്? അല്ല, മതി. നിങ്ങളുടെ തീരുമാനം ഇന്നോ നാളെ എന്നൊക്കെ ഉള്ളത്. എന്നും അത്യാവശ്യം പണം വേണ്ടല്ലോ. വേണ്ട വേണ്ട. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വേറെ എന്തൊക്കെയായില്ലേ അർത്ഥം? ഓക്കെ ഓക്കെ, താങ്ക് യു. ഓ കാറ് സെയിൽ ചെയ്താലും പൈസ കിട്ടുന്നത്. നിങ്ങൾ കാറ് സെയിൽ ചെയ്യാൻ ഉപയോഗിച്ചോളൂ, നോ പ്രോബ്ലം, എന്തിനു വേണ്ടി ഉപയോഗിച്ചോ. നമുക്ക് സാർ ഇത് ദിവസം എഴുതിക്കോളൂ, നിങ്ങൾക്ക് വേണ്ടത്ര എഴുതിക്കോളൂ, നിങ്ങളെ പറഞ്ഞത് തന്നെയാണല്ലോ. ഓക്കെ, ഇനി ഡൗട്ട്? അപ്പൊ ഞാൻ പിരിയാണ്. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് മറ്റേ ക്ലാസ് തുടങ്ങുള്ളൂ കേട്ടോ. ഇപ്പോഴില്ല, 9:30 മണിക്കാണ് മെഡിറ്റേഷൻ ഉള്ളത്. ഒച്ചപ്പാടും ബഹളത്തിൽ കയറി ഉണ്ടാക്കണ്ട. 9:30 മണിക്ക് മാത്രമേ ലിങ്ക് ഇടുള്ളൂ. 9:25 ഇടുള്ളൂ. അതുവരെ ആരും അവിടെ കയറി വെച്ച് ഉണ്ടാക്കണ്ട. അതുവരെ നിങ്ങൾ സ്വസ്ഥമായിട്ട് ഇരുന്നിട്ട് റിലാക്സ് ചെയ്തിട്ട് മെഡിറ്റേഷൻ വന്നാൽ മതി. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു. യെസ്, ഐ നോ. Thank you, sir. Thank you. നിങ്ങൾ Thank you, sir. പറഞ്ഞ് ഈ ഓൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ക്ലാസ്. Thank you, sir. Thank you. Thank you, Sir. Thank you so much, sir. Thank you, Thank you so much, sir. Thank you, sir. Thank you, sir. Nandi, sir.